ഹലോ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ഒരു ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ഞാൻ 1-2 ദിവസമായിട്ട് വാട്ട് ഐ ഈറ്റിനേക്ക് പകരം ഞാൻ വേറെ നമ്മുടെ വീക്കെൻഡ് ഔട്ടിങ്ങും അതുപോലെ തന്നെ പർച്ചേസ് പരമായിട്ടുള്ള വീഡിയോസൊക്കെയാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കൊച്ചുങ്ങളുടെ ബർത്ത്ഡേയും കാര്യങ്ങളുമൊക്കെ നെക്സ്റ്റ് ഡേയ്സിൽ വരികയാണ്. അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു തിരക്ക്, പർച്ചേസ് തിരക്ക് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്താണേലും ഇന്ന് എന്നത്തെയും പോലെ തന്നെ ഒരു വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീക്കെൻഡിലെ ഒരു വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എടുത്തിരിക്കുന്നത് 2 വെള്ളയപ്പമാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള അപ്പമാണ്. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് റെഡിയാക്കിയിരിക്കുന്നത് ചിക്കൻ കറിയാണ്. പിന്നെ എന്നത്തെയും പോലെ തന്നെ 1 കപ്പ് ചൂട് ചായയും. അപ്പോൾ ഇന്ന് കുറച്ച് തിരക്കുള്ള ഒരു ദിവസമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ എൻഡിൽ ഞാൻ നമ്മുടെ ഡിന്നർ വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിന്നർ വിശേഷവും കാര്യങ്ങളുമൊക്കെ ഞാനൊരു വേറെ ഒരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇത് ആ ഒരു വീഡിയോ കണ്ടവർക്ക് ഇത് ചെറിയൊരു റിപ്പീറ്റ് ആയിട്ട് തോന്നും. എങ്കിലും ഇതെന്ന് പറയുന്നത് എൻ്റെ ഒരു ഫുൾ ഡേയിലെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ ഡിന്നർ മാത്രമേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ചിക്കൻ കറിയും വെള്ളയപ്പവും കഴിക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ ചൂട് ചായയും കൂടെ കുടിക്കുകയാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വരുന്ന ദിവസങ്ങളിൽ കൊച്ചു ബർത്ത്ഡേ വിശേഷങ്ങളും അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റേതായ ചെറിയ ഒരു തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എങ്കിലും അങ്ങനെയൊക്കെയാണ് ഇത്. അപ്പോൾ അതിനുശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല മധുരമുള്ള വളരെ സൂപ്പറായിട്ടുള്ള നല്ല അടിപൊളി കുറച്ച് റംബൂട്ടാൻ കിട്ടി. അപ്പോൾ അത് ഒരു 1-2 എണ്ണം കഴിച്ചു. നല്ല മധുരം ഉണ്ടായിരുന്നു. വളരെ ചെറിയ സീഡ് വന്നിട്ട് എന്നാൽ കൂടുതൽ ഫ്ലഷായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള റംബൂട്ടാൻ അത് കഴിച്ചു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതെൻ്റെ വീക്കെൻഡ്, അതായത് ഇതെൻ്റെ ഫ്രൈഡേ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആയിരുന്നു. അപ്പം ഞാൻ ഫ്രൈഡേ സാറ്റർഡേ സൺഡേസിലൊന്നും വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ഇട്ടില്ല, വേറെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ കാരണം. അപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും ലഞ്ച് കഴിക്കാൻ എത്തുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ റെഡിയാക്കിയിരുന്നത് ഗീ റൈസ് ആയിരുന്നു. അപ്പോൾ ഗീ റൈസും അതുപോലെ തന്നെ ചിക്കൻ കറി രാവിലെ വെച്ചിരുന്നു. അപ്പോൾ ചിക്കൻ കറിയും അതുപോലെ തന്നെ പപ്പടവും പിന്നെ നാരങ്ങ അച്ചാറും പിന്നെ കേടിലിട്ടിട്ടുള്ള കുറച്ച് ഓണിയൻസും അതുപോലെ തന്നെ നോർമലി വിനാഗിരിയിലിട്ടിട്ടുള്ള കുറച്ച് സവോള അരിഞ്ഞതും അങ്ങനെയൊക്കെയാണ്. ഞാൻ സാധാരണ ഗീ റൈസിൻ്റെ കൂടെ ഞാൻ തേങ്ങ അരച്ചിട്ടുള്ള ഒരു പരിപ്പ് കറി വെക്കാറുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നതുകൊണ്ട് ഞാൻ ഇന്ന് ചിക്കൻ കറിയും പപ്പടം ഈ ഒരു കേട് ഈ ഒരു പിക്കിൾ ഈ ഒരു കോംബോ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡേയിലത്തേന് വല്ലതും ആ ഒരു തേങ്ങ അരച്ചിട്ടുള്ള ആ ഒരു പരിപ്പ് കറിയുണ്ട് നമ്മുടെ ഗീ റൈസിന് നെയ്ച്ചോറിനൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ് ആ ഒരു പരിപ്പ് കറി എന്ന് പറയുന്നത്. അത് നെക്സ്റ്റ് ഡേയിലും എല്ലാം വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എനിക്ക് കഴിക്കാനുള്ള ലഞ്ച് വിളമ്പിയിട്ടുണ്ട്. എനിക്ക് വേണ്ടിയിട്ടുള്ള നെയ്ച്ചോറും അതുപോലെ തന്നെ ചിക്കൻ കറിയും പപ്പടവും. ഞാൻ കേട് കുറച്ചേ എടുക്കുന്നുള്ളൂ. എനിക്ക് സവോള വിനാഗിരിലിട്ടിട്ട് ഗ്രീൻ ചില്ലി ഉപ്പും തിരുമ്മിയിട്ടുള്ള ആ ഒരു ഐറ്റമാണ് എനിക്കിഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഞാൻ ഗീ റൈസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചിക്കൻ കറി ഗീ റൈസ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുക്കിംഗ് വീഡിയോ എന്ന് പറയുന്നത് വേറൊരു ദിവസം എല്ലാം ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഗീ റൈസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ കൊക്കനട്ട് ഓയിലും അതുപോലെ തന്നെ ഗീയും കൂടി ആഡ് ചെയ്തിട്ടാണ്. 1:1 എന്ന് പറയുന്ന ഒരു റേഷ്യോയിൽ ഒരു ടേബിൾ സ്പൂൺ കൊക്കനട്ട് ഓയിലിന് 1 ടേബിൾ സ്പൂൺ ഗീയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ നെയ്ച്ചോറൊക്കെ റെഡി ആയതിനു ശേഷം ലാസ്റ്റ് ഒരു ടീസ്പൂൺ ഗീയും കൂടി ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു, നമ്മുടെ റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട്. അപ്പോൾ ഗീ നല്ല രീതിയിൽ
ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗീ റൈസ് എന്ന് പറയുന്നത് കൂടുതൽ സോഫ്റ്റ് ആകും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രൈഡേ സ്പെഷ്യൽ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ സാധാരണ നോർമലി കൂടുതൽ എപ്പോഴും വെക്കുന്നത് ഈ സാധാ ചോറും കറിയും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഈ നെയ്ച്ചോറ് വെപ്പ്, അതുപോലെ തന്നെ ബിരിയാണി, ഫ്രൈഡ് റൈസ്, മന്തി അങ്ങനെയുള്ള വെക്കലൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. അപ്പോൾ കുറേ ദിവസം കൂടിയിട്ട് വീട്ടിൽ നെയ്ച്ചോറ് വെച്ചതാണ്. അപ്പോൾ കുറച്ച് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ തോന്നിയത് കൊണ്ട് അപ്പോൾ അങ്ങനെ ഇന്ന് റെഡിയാക്കിയതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറി എന്ന് പറയുന്നത് വളരെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഞാൻ വെച്ചത്. കുറച്ച് ചില്ലി പൗഡറും അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ഗ്രീൻ ചില്ലിയൊക്കെ കുറച്ച് കൂടുതലിട്ടായിരുന്നു. അപ്പോൾ ചോറൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് 1-2 വീറ്റ് ബിസ്ക്കറ്റ്, ഒരു വീറ്റ് ഓറിയൻറ്റഡ് ബിസ്ക്കറ്റ് അത് കഴിച്ചു. അപ്പോൾ ഇതിന് ചെറിയൊരു മധുരം, ഒരു മൈൽഡ് മധുരമുണ്ട്. എനിക്ക് ഈ വക ഐറ്റംസ്, ഈ വക ബിസ്ക്കറ്റ്സൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനുശേഷം ഈവനിങ് ആയപ്പോഴത്തേനും എന്തെങ്കിലും ഒന്ന് കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ മക്കൾക്കും വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഒരു പാക്കറ്റ് നമ്മുടെ കോൺ ഇരിപ്പുണ്ടായിരുന്നു, പോപ്കോൺ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു പോപ്കോൺ റെഡിയാക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ബട്ടറിൽ തന്നെയാണ്. അപ്പോൾ വലിയൊരു പീസ് ബട്ടറും അതുപോലെ തന്നെ ഒരു കപ്പ് കോണും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി വിടുകയാണ്. കാരണം അത് നന്നായിട്ടൊന്ന് ഹീറ്റ് ആവണമല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം പൊട്ടാനായിട്ടുള്ള ആ ഒരു പാകം ആകുമ്പോഴത്തേനും ക്ലോസ് ചെയ്ത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ആവശ്യത്തിന് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബട്ടറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഈ കോൺ റെഡിയാക്കി എടുക്കാം. കോക്കനട്ട് ഓയിൽ ചെയ്യാം. അതൊക്കെ എന്ന് പറയുമ്പോൾ കോക്കനട്ട് ഓയിൽ എന്ന് പറയുമ്പോൾ അപ്പോൾ കോക്കനട്ട് ഓയിലിൻ്റെ ഒരു ഫ്ലേവർ നമ്മുടെ പോപ്കോണിലുണ്ടാവും. പിന്നെ സൺഫ്ലവർ ഓയിൽ, ഫ്ലേവർ ലെസ് ആയിട്ടുള്ള ഓയിൽ വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലിൽ ചെയ്യാം. പിന്നെ കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമുക്ക് ബട്ടറിൽ ചെയ്യുന്നത് തന്നെയാണ്. ഇതെന്ന് പറയുമ്പോഴത്തേനും സാൾട്ട് ആൻഡ് ബട്ടർ ഫ്ലേവർ ആയിട്ടുള്ള പോപ്കോണാണ് ഞാനിപ്പോൾ റെഡിയാക്കുന്നത്. പിന്നെ നമുക്ക് ക്യാരാമൽ പോപ്കോണൊക്കെ ഈസി ആയിട്ട് വീട്ടിൽ റെഡിയാക്കി എടുക്കാം. ഞാൻ പിന്നെ ഒത്തിരി പിന്നെ വീണ്ടും ഒരുപാട് മധുരം ഷുഗർ ആഡ് ചെയ്തിട്ട് ഇതിന് അങ്ങനെ ഒന്ന് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്ലെയിനായിട്ട് കുറച്ച് ബട്ടറും സാൾട്ടും മാത്രം ഇട്ടിട്ട് കുറച്ച് പോപ്കോൺ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ പോപ്കോണൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ പോപ്കോൺ കഴിച്ചപ്പോഴത്തേനെ ആ ബട്ടർ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മക്കൾക്കൊക്കെ പോപ്കോൺ കൊടുക്കാനാണെങ്കിൽ ബട്ടറിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോപ്കോൺ നമ്മൾ തുറന്നപ്പോൾ തന്നെ, ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നല്ല ബട്ടറിൻ്റെ ഭയങ്കര ഒരു ഫ്ലേവറായിരുന്നു. കാരണം ഞാൻ അത്യാവശ്യം വലിയൊരു പീസ് ബട്ടർ തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അത് മെൽറ്റായി വന്ന ടൈമിൽ നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക് ഇങ്ങനെ പോപ്കോണൊക്കെ ആക്കി കൊടുക്കുന്നത്, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊക്കെ ആണെങ്കിൽ, വലിയ മുതിർന്നവർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് പെപ്പർ പൗഡറൊക്കെ ആഡ് ചെയ്യാം ബട്ടറിൻ്റെ കൂടെ. അല്ലെങ്കിൽ ബട്ടറിൻ്റെ കൂടെ കുറച്ച് ചില്ലി പൗഡർ ആഡ് ചെയ്യാം. ഞാൻ ഇത് മക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതുകൊണ്ടാണ് ബട്ടറിൻ്റെ കൂടെ സാൾട്ട് മാത്രം ആഡ് ചെയ്തത്. അപ്പോൾ ഞാൻ ഒരു കപ്പ് എടുത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരുപാട് പോപ്കോൺ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ചൂടോടെ കഴിക്കാം. അതിനുശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെയാണെങ്കിലും നമുക്ക് തണുത്തു പോവാതെ സ്റ്റോർ ചെയ്ത് വെക്കാമല്ലോ. അപ്പം ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള പോപ്കോൺ നമ്മൾ കഴിച്ചു. അതിനുശേഷം ഈ ഒരു ഡിന്നർ എന്ന് പറയുന്നത് ഞാൻ മറ്റൊരു വീഡിയോയിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലും കാണാത്തവർക്ക് വേണ്ടിയിട്ട്, പിന്നെ എൻ്റെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആയതുകൊണ്ടും ഒരു ഫുൾ ഡേയിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ അങ്ങനെ ആ ഒരു ഓർഡറിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ഡിന്നറിന് വേണ്ടിയിട്ട് ഒന്ന് പുറത്ത് പോയായിരുന്നു. കുറച്ച് പർച്ചേസും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് പുറത്ത് പോയി. അപ്പോൾ ചിക്കനാണ് കഴിച്ചത്. അപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചു. പിന്നെ കോൾസ്ലോ സാലഡ് എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിസ്സ എന്ന് പറയുമ്പോഴത്തേനും 2 ടൈപ്പ് പിസ്സ ഉണ്ടായിരുന്നു. ബാർബിക്യൂ പിസ്സയും പിന്നെ ചിക്കൻ ഹവായി പിസ്സയും. അപ്പം അതും കഴിച്ചു. പിന്നെ കഴിച്ചതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കനിലെ ഫ്രൈഡ് ചിക്കൻ ഒരു കോംബോ ഉണ്ടല്ലോ, ആ ഒരു ഫ്രൈഡ് ചിക്കനും അതുപോലെ തന്നെ
ടൊമാറ്റോ കെച്ചപ്പും മയണൈസ് ഗാർലിക് സോസ് ബണ്ണ് എല്ലാം കൂടെ വന്നിട്ടുള്ള ആ ഒരു കോംബോ ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഒരു മീല്, ഒരു കംപ്ലീറ്റ് മീല്, ചിക്കനിൽ നിന്ന് ഒരു കംപ്ലീറ്റ് മീല്, പിന്നെ ഡ്രിങ്ക് അതിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് ഡ്രിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്രിങ്ക് അങ്ങനെ നമ്മൾ ഒരുപാട് അങ്ങ് കുടിച്ചില്ല, 1-2 സിപ്പ് എടുത്തതിന് ശേഷം അതങ്ങ് മാറ്റി വെച്ചു. പിന്നെ കൂടുതലായിട്ട് നമ്മൾ മിനറൽ വാട്ടറാണ് യൂസ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിസ്സ എന്ന് പറയുന്നത്. ഇടയ്ക്ക് പിസ്സ കഴിക്കുമ്പോഴത്തേനും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പിസ്സകളിൽ പെട്ടതാണ് ഈ ഒരു ബാർബിക്യൂ പിസ്സയും അതുപോലെ തന്നെ ഹവായി പിസ്സയും. അപ്പോൾ ഹവായി പിസ്സ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. അതിൽ ചിക്കൻ ഉണ്ട് എങ്കിലും അതിൽ കുറച്ച് പൈനാപ്പിൾസ്, ചെറിയ പൈനാപ്പിളും അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു സംഭവം കൂടെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടും. അപ്പോൾ സ്പൈസ് ലവേഴ്സിന് ആ ഒരു പിസ്സ അത്ര ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു പിസ്സയിൽ. ഏത് ഓപ്ഷൻസ് വേണമെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് ചൂസ് ചെയ്യാമായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു 2 ടൈപ്പ് പിസ്സ ആയതുകൊണ്ട് നമ്മളത് ചൂസ് ചെയ്ത്. പിന്നെ ഫ്രൈഡ് ചിക്കൻ്റെ അകത്ത് നമ്മൾ 5 പീസ് ഫ്രൈഡ് ചിക്കനും അതുപോലെ തന്നെ 5 പീസ് ചിക്കൻ സ്ട്രിപ്സുമാണ് നമ്മൾ സെലക്ട് ചെയ്തത്. പിന്നെ കോൾസ്ലോ സാലഡ് ഭയങ്കര ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ അത് കൂടുതൽ സ്പൂണിൽ കോരി കഴിക്കുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോംബോ തന്നെയായിരുന്നു. അപ്പോൾ വിൻ്റർ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വളരെ അഫോർഡബിൾ റേറ്റിന് വളരെ വലിയ കോംബോസും കാര്യങ്ങളൊക്കെ ഈസിലി അവൈലബിൾ ആണ്. അപ്പോൾ ഫ്രൈസ് എന്ന് പറയുന്നതും അതും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ചീസി ഫ്രൈസ്, ചില്ലി ഫ്രൈസ്, അതുപോലെ തന്നെ പ്ലെയിൻ ഫ്രൈസ്, അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സ്പൈസി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചില്ലി ഫ്രൈസാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം എന്ന് പറയുമ്പം നമ്മുടെ എൻ്റെ ഫ്രൈഡേയിലെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സ്പെഷ്യലായിട്ടുള്ള ഫ്രൈഡേ സ്പെഷ്യൽ ഗീ റൈസ് കോംബോ ആയിരുന്നു കുക്ക് ചെയ്തിരുന്നത്. പിന്നെ രാവിലെ വളരെ സിമ്പിളായിട്ട് അപ്പവും അതുപോലെ തന്നെ ചിക്കൻ കറിയുമായിരുന്നു. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് പുറത്തിറങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തൊന്ന് ജസ്റ്റ് കഴിച്ചു. പിന്നെ വീട്ടിൽ തിരിച്ചെത്തി അതിനുശേഷം കുറച്ച് ഗ്രീൻ ആപ്പിളും കൂടി കട്ട് ചെയ്ത് കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.